ഇന്ത്യയിൽ വിദേശ സംഭാവന നിയന്ത്രണ നിയമത്തിൽ വരുത്താൻ ഉദ്ദേശിക്കുന്ന പുതിയ ഭേദഗതികൾ ക്രൈസ്തവ സമൂഹത്തിന് നേർക്കുള്ള വിവേചനപരമായ നീക്കമാണെന്നും ഇത് ഇന്ത്യ-അമേരിക്ക നയതന്ത്ര ബന്ധത്തെ ദോഷകരമായി ബാധിക്കുമെന്നും US കോൺഗ്രസ് അംഗം റെയ്ലി മൂർ അഭിപ്രായപ്പെട്ടു. പാർലമെന്റിന്റെ മൺസൂൺ സമ്മേളനത്തിൽ പരിഗണനയിലിരിക്കുന്ന ഫോറിൻ കോൺട്രിബ്യൂഷൻ അമെൻമെന്റ് ബിൽ 2026 വ്യവസ്ഥകൾക്കെതിരെയാണ് വെസ്റ്റ് വിർജീനിയയിൽ നിന്നുള്ള റിപ്പബ്ലിക്കൻ പാർട്ടി പ്രതിനിധിയായ മൂർ ശക്തമായ എതിർപ്പ് പ്രകടിപ്പിച്ചത്. വിദേശ സഹായം കൈപ്പറ്റുന്ന പള്ളികൾക്കും ചാരിറ്റബിൾ സ്ഥാപനങ്ങൾക്കും മേൽ പൂർണ്ണ നിയന്ത്രണം ഏറ്റെടുക്കാൻ സർക്കാരിന് അവസരം നൽകുന്നതാണ് ഈ പുതിയ ഭേദഗതിയെന്ന് അദ്ദേഹം ആരോപിച്ചു. വിശുദ്ധ തോമാസ് ലീഹ മലബാർ തീരത്തെ എത്തിയതു മുതൽ ഭാരതത്തിൽ ക്രൈസ്തവ സാന്നിധ്യമുണ്ട്. അത്രയും ദീർഘമായ ചരിത്ര പാരമ്പര്യമുള്ള ഒരു രാജ്യത്ത് പള്ളികളുടെയും ആത്മീയ സ്ഥാപനങ്ങളുടെയും ഭരണപരമായ കാര്യങ്ങളിൽ സർക്കാരിന് നിയന്ത്രണം നൽകാൻ വഴിയൊരുക്കുന്ന നിയമ ഭേദഗതി ആശങ്കാജനകമാണ്. ഇത് ക്രൈസ്തവർക്ക് നേരെ നടക്കുന്ന വ്യക്തമായ ആക്രമണമാണ്. ഈ രീതിയിലാണ് ബില്ലുമായി മുന്നോട്ടു പോകുന്നതെങ്കിൽ അത് ഇന്ത്യ-US ഉഭയകക്ഷി ബന്ധത്തിൽ വലിയ ആശങ്കകൾക്ക് വഴിവെക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. NGOകൾ, ചാരിറ്റബിൾ ട്രസ്റ്റുകൾ, വിദ്യാഭ്യാസ ആത്മീയ സ്ഥാപനങ്ങൾ എന്നിവ വിദേശത്തു നിന്ന് ഫണ്ട് സ്വീകരിക്കുന്നത് നിയന്ത്രിക്കുന്ന 2010 FCRA നിയമത്തിലാണ് ഭേദഗതി വരുത്തുന്നത്. വിദേശ ഫണ്ട് ഉപയോഗിച്ച് പതിറ്റാണ്ടുകളായി പ്രവർത്തിക്കുന്ന സ്കൂളുകൾ, ആശുപത്രികൾ, സ്വാന്തന പരിചരണ കേന്ദ്രങ്ങൾ എന്നിവയുടെ FCRA രജിസ്ട്രേഷൻ ഏതെങ്കിലും കാരണവശാൽ നഷ്ടപ്പെട്ടാൽ അവയുടെ പ്രവർത്തനം പൂർണ്ണമായും സർക്കാരിന്റെ കീഴിലാകുമോ എന്ന ഭയത്തിലാണ് സഭാ നേതൃത്വങ്ങളും സന്നദ്ധ സംഘടനകളും. വിദേശ സഹായത്തോടെ വിപുലമായ വിദ്യാഭ്യാസ ആരോഗ്യ ശൃംഖലകൾ നടത്തുന്ന കേരളത്തിലെ ക്രൈസ്തവ സ്ഥാപനങ്ങളെയും ഈ ഭേദഗതി സാരമായി ബാധിച്ചേക്കുമെന്ന് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. അതേസമയം വിദേശ ഫണ്ടുകളുടെ ദുരുപയോഗം തടയുന്നതിനും സാമ്പത്തിക സുതാര്യതയും ഉത്തരവാദിത്വവും ഉറപ്പാക്കുന്നതിനുമാണ് നിയമ ഭേദഗതി കൊണ്ടുവരുന്നതെന്നതാണ് കേന്ദ്ര സർക്കാരിന്റെ വിശദീകരണം. ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിൽ വിദേശ സഹായം കൈപ്പറ്റുന്ന സംഘടനകളെ കൂടുതൽ കൃത്യമായി നിരീക്ഷിക്കാൻ ഇത് സഹായിക്കുമെന്ന് അധികൃതർ അവകാശപ്പെടുന്നു. എന്നാൽ US ജനപ്രതിനിധിയുടെ ഇടപെടലോടെ അന്താരാഷ്ട്ര തലത്തിൽ മതസ്വാതന്ത്ര്യവുമായും ഇന്ത്യ-US നയതന്ത്ര ബന്ധവുമായി ബന്ധപ്പെട്ട പുതിയ ചർച്ചകൾക്ക് ഈ വിഷയം വഴിവെച്ചിരിക്കുകയാണ്.